കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ഒരു വിദ്യാർത്ഥി 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് താമസിച്ചു കിട്ടാനായിട്ട് 10 വർഷമാണ് താമസിച്ചത്. വലിയ നിയമ പോരാട്ടത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് പെൺകുട്ടി. പോരാത്തതിന് യൂണിവേഴ്സിറ്റിയുടെ ഇത്തരം നെഗ്ലിജൻസ്, അലംഭാവത്തിനുള്ള ഒരു മരുന്ന് കൂടിയാണ് ആ പെൺകുട്ടിയുടെ നടപടിയല്ലേ സർ? തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. യൂണിവേഴ്സിറ്റികൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്തൊന്നുമല്ല, വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഇഷ്യൂസ് എന്താ? അത് അവിടെ ഈ അനാവശ്യമായ രാഷ്ട്രീയ പോരുകളാണ്. ഒരു പ്രത്യേകത, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഒന്നും ഭരിക്കുന്നത് അവിടുത്തെ തലപ്പത്തിരിക്കുന്ന VCയോ വിദ്യാഭ്യാസ വകുപ്പോ അല്ല, അവിടുത്തെ സർവീസ് സംഘടനകളാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളെ അലങ്കോലമാക്കുന്ന അവരാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കേരള യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന പ്രശ്നം ആരുടേതാണ്? VCയും രജിസ്ട്രാറും തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞു തീർത്താൽ, VCയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞു തീർത്താൽ, വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും തമ്മിൽ, അതായത് ചാൻസലറും പ്രോ ചാൻസലറും തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞു തീർത്താൽ അതൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന ഒരു ക്ലോസ് ഡോർ ഡിസ്കഷനിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തീരാത്തതൊന്നും തീർക്കാൻ സമ്മതിക്കാത്തത് ആരാന്നറിയോ? അവിടുത്തെ ഇടതുപക്ഷ സർവീസ് സംഘടനകളാണ്. ഇതാണ് ഒരു പ്രശ്നം. പക്ഷേ ഈ സർവീസ് സംഘടനകൾ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ്, ആരുടെ പണം കൊണ്ടാണ് ജീവിക്കുന്നത്? ആ യൂണിവേഴ്സിറ്റിയെ ആശ്രയിച്ചിട്ട് ഭാവിയും കാത്തു കിടക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അക്കാര്യത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ എന്നും അലംഭാവത്തിന് പേര് കേട്ടവരാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ യാതൊരു ഉത്കണ്ഠ അവർക്കില്ല. അപ്പോൾ ഇത്തരം കോലാഹലങ്ങൾക്കിടയിലാണ് ആലോചിച്ച് നോക്കൂ, വിദ്യാർത്ഥി സമരങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ഇപ്പോൾ ഈ ഇഷ്യൂ ഉയർന്നു വന്ന സമയത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ വാർത്ത ഉയർന്നു വന്ന സമയത്ത് അവിടുത്തെ പ്രശ്നം എന്താ? അവിടുത്തെ സിൻഡിക്കേറ്റിലെ RSS അനുകൂലികളും ഇടതുപക്ഷ അനുകൂലികളും തമ്മിലുള്ള തർക്കം, അവിടുത്തെ നിയമന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ്. മാത്രമല്ല, SFIക്കാർ സമരം ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താ? SFIക്കാർക്ക് കേരള യൂണിവേഴ്സിറ്റി സമരം ചെയ്യണം. കാരണം യൂണിവേഴ്സിറ്റി VC അവർക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, ഗവർണർ നിയമിച്ച RSS അനുഭാവിയായ ഒരാളാണെന്ന് പറയുന്നു. അതേസമയത്ത് കാലടി സർവകലാശാലയിലും ഇതേ SFIക്കാർ സമരം ചെയ്യുന്നു. ആ സമരത്തെ അവിടുത്തെ ഭരണകൂടം അനുകൂലിക്കുന്നില്ല, കേരള ഗവൺമെന്റും ഇടതുപക്ഷം ഒന്നും അനുകൂലിക്കുന്നില്ല. എന്താ കാരണം? കാലടി സർവകലാശാലയുടെ VC ഇവർക്ക് വേണ്ടപ്പെട്ടയാളാണ്. ഇതാണ് നമ്മുടെ സമരങ്ങളുടെ ഒരു സ്ഥിതി. ഈ സമയത്താണ് ഈ സമരം വരുന്നത്. ഈ സമരം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. ഒന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യൂണിവേഴ്സിറ്റികൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് എന്തുമാത്രം ഉത്കണ്ഠയുണ്ടവർക്ക്? വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് കളിക്കുന്ന ഒരു മഹാസ്ഥാപനങ്ങൾക്ക് എന്തുമാത്രം സൂക്ഷ്മതയുണ്ട്? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഫഹീമ എന്നല്ലേ അവരുടെ പേര്, അല്ലേ? ആ കുട്ടിയെ നമ്മൾ നമിക്കണം. ആ കുട്ടി എനിക്ക് എൻ്റെ ജില്ലക്കാരിയാണ്, എൻ്റെ നാടിനടുത്തുമാണ്. ഈ ചേലേമ്പ്ര എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ്. അവിടെ നിന്ന് ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ പണ്ട് നടന്നിരുന്നത് പോലെ നേരത്തെ പിടിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീട്ടമ്മയായി ഒരു ഭർത്തൃമതിയായിരിക്കുമ്പോഴാണ് ഇവർക്ക് വിദ്യാഭ്യാസം തുടരുന്നത്. അവർ അതുകൊണ്ട് നല്ല കാലിബറുള്ള കുട്ടിയായതുകൊണ്ട് അവർ സയൻസ് ഗ്രൂപ്പിനാണ് ചേരുന്നത്. എന്നിട്ട് അവർ BSc കെമിസ്ട്രി അറിയാലോ, അത്ര എളുപ്പത്തിൽ സയൻസ് ഗ്രൂപ്പിൽ പഠിച്ചെടുക്കാവുന്ന ഒരു സാധനമല്ല BSc കെമിസ്ട്രി. അതിനവർ മഞ്ചേരി യൂണിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. BSc കെമിസ്ട്രിക്ക് പഠിക്കുമ്പോൾ അവർ പ്രഗ്നന്റ് ആവുന്നു, പ്രസവിക്കുന്നു. എന്നിട്ട് അവർ ഒരു ബ്രേക്ക് എടുക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അത് നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കുട്ടി പ്രസവിച്ച് കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു, ആ കുഞ്ഞിനെ സ്വന്തം അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് അവർ പരീക്ഷ എഴുതാൻ പോകുന്നത്. അങ്ങനെയാണ് ആ കോഴ്സ് അവർ പൂർത്തിയാക്കുന്നത്. ഒരു ബ്രേക്ക് 1 കൊല്ലം കൂടി എന്നേ ഉള്ളൂ. 3 കൊല്ലം കൊണ്ട് തീരേണ്ട ഡിഗ്രി കോഴ്സ് 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി. എന്നിട്ടും 2011 എങ്ങാണ്ട് അവർ ഡിഗ്രി പൂർത്തിയാക്കി. ഈ 2011 ഡിഗ്രി പൂർത്തിയാക്കിയ ആൾക്ക് ഈ കാലം വരെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. 2013 14 പൂർത്തിയാക്കിയ ആൾക്ക് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം അവരുടെ ആയുസ്സിൽ നിന്ന് പോയി. മാറി മാറി വന്ന എല്ലാ VCമാരുടെ മുമ്പിലും ഇവർ അപേക്ഷയായിട്ട് ചെന്നു. എന്താ പറഞ്ഞ കാരണം എന്നറിയോ? നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരാൻ നിവൃത്തിയില്ല. എന്താ തരാത്തത്? ഒരു ന്യായമായ കാരണം വേണ്ടേ? ഒരു കാരണവും പറയുന്നില്ല. പിന്നെ വരൂ. വർഷങ്ങൾ അങ്ങനെ നടഞ്ഞ് കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. ഒടുവിലാണ് ഉത്തരം കിട്ടിയത്. ഇവർ പലതരത്തിൽ ഇതിന്റെ പിന്നാലെ കൂടിയപ്പോൾ മനസ്സിലായി അവരുടെ ഉത്തരക്കടലാസ് കാണാനില്ല. ഉത്തരക്കടലാസ് കാണാനില്ലാത്ത ആരുടെ കുറ്റമാണ്? ഈ കുട്ടിയോട് ഇവർ എന്ത് സമാധാനം പറയും? അവസാനം പുതിയ VC വന്നു. ഇപ്പോഴത്തെ VC രവീന്ദ്രൻ സാർ, അദ്ദേഹം ഉത്തരവിട്ടു, യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ആൻസർ പേപ്പർ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തിയേ പറ്റുള്ളൂ. 10 കൊല്ലം ആലോചിച്ച് നോക്കൂ, 10-11 കൊല്ലം കഴിഞ്ഞിട്ട് 2014 മറ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കുട്ടി 2025 ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവസാനം അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ കണ്ടെത്തി. അപ്പോൾ വേണം എന്ന് വെച്ചാൽ
വേണ്ട വിധം അന്വേഷിച്ചാൽ കണ്ടെത്തുന്നുള്ള ഉത്തരം. കണ്ടെത്തി, മാർക്കിട്ടു, കുട്ടി നല്ല മാർക്കിന് പാസ്സായി. ആ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, രവീന്ദ്രൻ സാറ് മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഒരു നല്ല മനുഷ്യൻ്റെ, അധ്യാപകൻ്റെ മനസ്സ് കാണിച്ചു. അദ്ദേഹത്തെ അവർക്ക് കണ്ടുകൂടാ. അദ്ദേഹം ഗവർണറുടെ ആളാണത്രേ. അദ്ദേഹം CPM-ന് പറ്റിയ ആളല്ല. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്തു. അദ്ദേഹം ഈ കുട്ടിയുടെ അപേക്ഷ പരിഗണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, സാറേ, ഈ 10 കൊല്ലത്തിനുള്ളിൽ ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിൽ എനിക്ക് എത്ര തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു, എനിക്ക് എത്ര ഉപരി വിദ്യാഭ്യാസ സാധ്യത കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. കുസാറ്റിൽ അഡ്മിഷൻ കിട്ടിയതാണ്. ചെന്ന് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട നേരത്ത് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ, കൊടുക്കാനില്ല. അങ്ങനെ നഷ്ടപ്പെട്ടതിന്റെ കണക്കൊക്കെ ഈ കുട്ടി പറഞ്ഞു. സാർ ഒരു കാര്യം കൂടി ചെയ്തു. മോളെ, 10 കൊല്ലം എന്തായാലും പോയി, അതെന്റെ കയ്യിലില്ല. ഇനി എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഞാനുള്ളപ്പോൾ എൻ്റെ ഉത്തരവാദിത്തത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MSc കെമിസ്ട്രി ബാച്ച് പൂർത്തിയാണ്. അവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പൂർണ്ണമാണ്. ഒരു അഡീഷണൽ സീറ്റ് ഞാൻ നിനക്ക് വേണ്ടി അനുവദിച്ചത്. ആലോചിച്ച് നോക്കൂ. ആ കുട്ടിക്ക് ഇപ്പോൾ MScക്ക് അഡ്മിഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ സാറിൻ്റെ കൂടി അഡ്വൈസ് തേടിയിട്ടുണ്ടാവും. സാറിന് ഈ ഗ്രീവൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഈ കുട്ടിക്ക് സംഭവിച്ച നഷ്ടം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ കുട്ടി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. MSc പഠിച്ചുകൊണ്ട് തന്നെ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 10 കൊല്ലത്തെ ആയുസ്, ആ ആയുസ്സിനിടയിൽ എനിക്കുണ്ടായ നഷ്ടം, ആ നഷ്ടത്തിന് പരിഹാരമായിട്ട് 1 കോടി രൂപ എനിക്ക് അനുവദിച്ചു തരും. ഇല്ലെങ്കിൽ സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും ഈ യൂണിവേഴ്സിറ്റിക്കെതിരായിട്ട് ഞാൻ നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചെറിയ പോരാട്ടമല്ല. നാടിനെ കുട്ടിച്ചോറാക്കുന്ന, യൂണിവേഴ്സിറ്റികളുടെ ഭരണം സ്തംഭിപ്പിക്കുന്ന, നമ്മുടെ ജനജീവിതം തകർക്കുന്ന, ഒരു മനുഷ്യന് പോലും പ്രയോജനമില്ലാത്ത സമരങ്ങളെക്കാൾ എത്രയോ ഉപയുക്തമാണ് ഈ കുട്ടിയുടെ നിയമ പോരാട്ടം. ആ പോരാട്ടത്തെ നമിക്കണം എന്ന് മാത്രമല്ല, അത്തരം പോരാട്ടങ്ങളാണ് നടക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ വന്നിട്ടില്ല. ഈ കുട്ടിയോട് നീതി കാണിക്കണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സർവീസ് സംഘടനയും പറഞ്ഞിട്ടില്ല. ഒരു സമ്മേളനത്തിലും പ്രമേയം പാസ്സാക്കിയിട്ടില്ല. ഈ കുട്ടിയോട് നീതി കാണിക്കുന്നത് നീതിമാനായ ഒരു മേലുദ്യോഗസ്ഥൻ വന്നപ്പോഴാണ്. ആ ഉദ്യോഗസ്ഥനോടാണ് ഇപ്പോൾ ഇതിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ആ ഉദ്യോഗസ്ഥനോടാണ് ഇവർ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രാഷ്ട്രീയം കളിക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പൊ ഇടതുപക്ഷ സംഘടനയില്ലെങ്കിൽ UDF സംഘടനകൾ, അത് അവിടുത്തെ പ്രബലമായ യൂണിയനാണ്. ഈ പറഞ്ഞ ഈ കോൺഗ്രസ് യൂണിയൻ അവിടെ വളരെ പ്രബലമാണ്. പോരാത്തതിന് ഇപ്പൊ സിൻഡിക്കേറ്റിൽ പോലും BJP പ്രതിനിധികളുണ്ട്. ആരെങ്കിലും ഇത് ടേക്കപ്പ് ചെയ്തു ഈ ഇഷ്യൂ? ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ആ കുട്ടി നടത്തുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള, വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന, യൂണിവേഴ്സിറ്റികൾ ആത്യന്തികമായി ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു സമരമാണ്. ഫഹീമ അല്ലെ, ഫഹീമ എന്ന കുട്ടിയുടെ ഈ ധർമ്മസമരത്തിൽ എല്ലാ പിന്തുണയും മാധ്യമലോകം അർപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നല്ലത് നേരാം. അവർക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ. വിദ്യാഭ്യാസം പൂർത്തിയാക്കട്ടെ. ഒപ്പം അവരുടെ സമരവും വിജയിക്കട്ടെ.